Okay, good morning all of you. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളിപ്പോ പഠിച്ച എന്തൊക്കെ പഠിച്ചു? ആദ്യത്തേതില് തിരുവോണം എന്നുള്ള പാഠത്തിൽ നമ്മള് എന്തൊക്കെ ഒരു പാട്ട് പഠിച്ചു അല്ലേ? മാവേലി നാട് വാണിടുന്ന കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ മഹാബലി ആരാണെന്ന് പഠിച്ചു അല്ലേ? മഹാബലി നമ്മുടെ പ്രജകളെ കാണാൻ വരുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ്. അതാണ് നമ്മള് ഓണമായി ആഘോഷിക്കുന്നത് എന്ന് പഠിച്ചു. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ഐതിഹ്യവും പഠിച്ചു അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. നെക്സ്റ്റ് നമ്മള് ഓണത്തിന് ഓണപ്പൂക്കൾ ഇടുന്നു, പുതിയ ഡ്രസ്സൊക്കെ ധരിക്കുന്നു, പിന്നെ ഓണസദ്യ ഉണ്ടാക്കുന്നു. അപ്പോ വിവിധ തരം കറികൾ ഉണ്ടാക്കാറുണ്ട് നമ്മള്. ആ കറികളുടെ പേരും ഒക്കെ നമ്മള് ഈ പേജ് നമ്പറിൽ പഠിച്ചത് അല്ലെ? ഓക്കെ, എല്ലാ മക്കളും അത് വായിക്കാൻ പഠിച്ചോ? കൊറേ പേരെ വായിപ്പിക്കാനുണ്ട് അല്ലേ ഇത്? ഓ, അതിനു മുന്നേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? നമ്മൾ ആ കോളൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട്ബുക്കിലും കൂടെ എഴുതണം കേട്ടോ. മിസ് ഈ ക്ലാസ്സിന്റെ ടൈമില് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിപ്പിക്കുന്നുണ്ടല്ലോ, ഓരോ കോളത്തിലായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കാം എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്സിലേക്കും കുറേശ്ശെയായി എഴുതി വരണം. അപ്പൊ നിങ്ങൾക്ക് എഴുതാനും പഠിക്കും അല്ലേ? അപ്പോ അടുത്ത വരി പേജിൽ എന്താ പറയുന്നത്? തിരുവോണത്തിന് എന്തെല്ലാം ഉണ്ടാകും? എന്തെല്ലാം ഉണ്ടാവുക തിരുവോണത്തിന്? എന്തൊക്കെയാ ഉണ്ടാവുക ഐഫുന തിരുവോണത്തിന്? അല്ല, കറികളല്ല. എന്തൊക്കെയാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ ചെയ്യുക? ഓണസദ്യ അല്ലെ? സാമ്പാർ അവിയൽ എന്നില്ല ഒന്നിച്ച് നമുക്ക് എന്ത് പറയാ? ഓണസദ്യ ഉണ്ടാവും. പിന്നെയോ ഓണക്കളികൾ ഉണ്ടാവും അല്ലെ? പിന്നെയോ ഓണപ്പൂക്കൾ ഉണ്ടാവും. ഓക്കെ, കറക്റ്റ്, ഓണപ്പൂക്കൾ ഉണ്ടാവും. പിന്നെന്തുണ്ടാവും? ഓണക്കോടി ഉടുക്കില്ലേ? പുതിയ ഡ്രസ് ഇടുന്നതിന് എന്താ പറയുക? ഓണക്കോടി. നെക്സ്റ്റ് ഓണപ്പുടവ. ഇങ്ങനെയാ സെറ്റ് മുണ്ട് പോലത്തെ ഡ്രസ്സുകൾ അല്ലെ? ഓണപ്പുടവ. പിന്നെയോ മഹാബലി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു നമ്മൾ കണ്ടോ? പേജ് നമ്പർ 53 എടുത്തോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 53 53 കണ്ടോ എല്ലാവരും? ആ പേജ് നമ്പറിൽ 53 മേലെ കണ്ടോ? തിരുവോണത്തിന് എന്തെല്ലാം ഉണ്ടാകും? റെഡിങ്ങിൽ എഴുതിയത് അല്ലെ? തിരുവോണത്തിന് എന്തെല്ലാം ഉണ്ടാകും? അപ്പൊ താഴെ എഴുതിയിട്ടുണ്ട്, കണ്ടോ എല്ലാ മക്കളും? ഓക്കെ, ഓണസദ്യ കണ്ടോ? ആദ്യത്തെ എന്താ വായിക്കുക? ഓണസദ്യ. നെക്സ്റ്റ് വൺ എന്താ വായിക്കുക? അടുത്ത എന്താ വായിക്കുക ഐഫുന? ഒന്ന് വായിച്ചേക്ക് നോക്കട്ടെ, എന്തൊക്കെയാ ഉണ്ടാവുക? ഓണക്കളി അല്ലെ? ഓണക്കളി ഉണ്ടാവും. ഓണത്തിന് വിവിധ തരം കളികൾ ഉണ്ടാവും. എന്താ വായിക്കുക? ഓണക്കളി അല്ലെ? ഓണക്കളി. നെക്സ്റ്റ് വൺ മിസ് പറയുന്ന ആള് വായിക്കണേ. നെക്സ്റ്റ് എന്താ ഉണ്ടാവുക അമൃത? അടുത്ത എന്താ വായിക്കുക നോക്കട്ടെ? അത് ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ എല്ലാവരും. ഓണസദ്യ ഓണസദ്യ വായിച്ചു. അടുത്തത് മൂന്നാമത്തത് ഓണക്കോടി. ഓക്കെ, കറക്റ്റ്, ഓണക്കോടി അല്ലേ? ഓണക്കോടി എന്നാണ് അത് വായിക്കും. നെക്സ്റ്റ് ഡേഷ് ഇട്ടിട്ട് പുടവ എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താ അവിടെ എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത് അലൻ? ഓണപ്പുടവ. ഓണ അവിടെ എഴുതണം. ഡേഷ് ഇട്ടിട്ട് എന്താ എഴുതണ്ടേ? ഓണ എഴുതിക്കോ. ഓണ. എല്ലാവരും ശ്രദ്ധിക്കണേ. ആ ഡേഷ് ഇട്ടിട്ട് ഉണ്ണ എഴുതിയിട്ട് ആച്ചിനിടണം, ണ എഴുതണം. എഴുതിയോ? ഇവിടെ സംസാരിക്കുന്ന ആൾ എഴുതുന്നുണ്ടോ? ഓണ. ഓണ. അപ്പോ ഡേഷ് പുടവാന്നുണ്ട്, അവിടെ എന്ത് എഴുതണം? ഓണപ്പുടവാന്ന് എഴുതണം അല്ലേ? ഓണാന്ന് എഴുതാൻ അറിയോ? ശരിക്കും എഴുതി തരണ്ട അല്ലേ? മക്കളെ പഠിച്ചാണ്.
ഓണം. എന്നിട്ട് പുടവാന്ന് അവിടെ ഉണ്ട്. കണ്ടോ നിങ്ങളെ? ആ ഡേഷിലെടുത്ത് ഇത് ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ ഉള്ളത്? ഡേഷ് എന്താ വായിക്കുക? ഡേഷ് എന്താ ഷഹബറ വായിക്കുക? പൂക്കൾ. പൂക്കൾ എന്നാണോ? ഒന്നുകൂടി നോക്കിയേ. ഓണപ്പൂക്കളം എന്നാണ് വേണ്ടത്. അപ്പൊ പൂക്കളം എന്നാ ഉള്ളത്. അപ്പൊ ഓണാന്ന് അവിടെയും ചേർത്തോ. ഡേഷ് പൂക്കളം എന്നുണ്ട്, അവിടെയും ഇപ്പൊ മിസ് എഴുതിയ അതേ ഓണാന്ന് ചേർക്കണം. ഇത് എഴുതണം ആ ഡേഷിലെടുത്ത്. ഓണപ്പൂക്കളം. ഓണപ്പൂക്കളം. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഓണാന്ന് അവിടെ ഉണ്ട് അല്ലേ? ഓണാന്ന് അവിടെ ഉണ്ട്. നെക്സ്റ്റ് ആ ഡേഷിലെടുത്ത് എന്താ ചേർക്കണ്ടേ? ഓണക്കോടി ഇപ്പൊ നമ്മൾ എഴുതി. ഇനി എന്ത് എഴുതണം? ഓണപ്പുടവ എഴുതി, ഓണപ്പൂക്കൾ എഴുതി. നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? ഓണസദ്യ എഴുതി. പിന്നെന്താ എഴുതേണ്ടത്? ഓണനാൾ അല്ലെങ്കിൽ അത് തന്നെ ഷഹബറ. 53 പേജ് നമ്പർ അതിൽ മുകളിലുള്ളത് ആണിപ്പൊ പറയുന്നത്. മുകളിലുള്ളതില് ലാസ്റ്റ് വൺ. അപ്പൊ ഓണനാൾ എഴുതാ അല്ലെ? ഓണ അല്ലെങ്കിൽ ഓണവില്ല്, ഓണനാളി, ഓണനിലാവ്. ഓക്കെ, എഴുതിക്കോ ഷഹബറ. അത് ലാസ്റ്റ് വൺ മിസ് ഇവിടെ എഴുതി തരാം. ഓണാന്ന് ഇവിടെ ഉണ്ട്. എന്റെ ലാസ്റ്റ് അവിടുന്ന് മുതലാ മിസ് എഴുതുന്നേ. ഓണനാൾ. അപ്പൊ ഓണാന്ന് അവിടെ ഉണ്ട്. നെക്സ്റ്റ് നാൾ. നിങ്ങൾ ഇതേ എഴുതണ്ടോ? ഈ നാൾ. ആച്ചിനുടുക, ഇല്ലിടുക. ഓക്കെ, കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? അപ്പൊ ഓണാന്ന് അവിടെ ഉണ്ട് കേട്ടോ മക്കളെ. ഈ ഓണാന്ന് കഴിഞ്ഞാൽ ആദ്യം വീണ്ടും എഴുതണ്ട, നാളിന് എഴുതിയാൽ മതി. ഓണനാൾ. ഓണനാൾ. ഓക്കെ, ഫിനിഷ് ആണോ? ഓണനാൾ. ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആയോ? ഓക്കെ, അപ്പോ ഓണാന്ന് അവിടെ ഉണ്ട്, നാളിന് എഴുതണം. ഓണാന്നില്ലിന്റെ അടുത്ത് ഡേഷിന്റെ അടുത്ത് നിങ്ങൾ നാളിന് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞാല് നെക്സ്റ്റ് എന്താ പറയുന്നത്? നിങ്ങൾക്കിഷ്ടമുള്ള കറികൾ ഏത്? ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള കറികൾ ഏത്? ഏതൊക്കെയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികള്? അത് ഇവിടെ എഴുതാം. നമുക്ക് തന്ന കറികൾ ഉണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് കറികൾ ഇവിടെ ഉണ്ട് അല്ലെ? അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാ ഇഷ്ടം? അത് എടുത്തെഴുതണം. ഏതാ ഇഷ്ടം? ബിയോണൊക്കെ ഏതൊക്കെയാ കറികളിൽ ഇഷ്ടം? അതെടുത്ത് ഇപ്പറ എഴുതിക്കോ. എത്ര എഴുതണം? 1 2 3 4 5 6 6 എഴുതണം അല്ലേ? എന്താ ഷഹബറ, മനസ്സിലായില്ലേ മോൾക്കത് ഏതാണെന്ന്? എഴുതി അതെടുത്ത് എഴുതിക്കോ. സാമ്പാറ്, മോര്, കാളനാ ഇഷ്ടൂല്ലേ? അടുത്ത ഏത് ഷഹബറ? അടുത്തില്ലേ എഴുതിക്കോ. 6 ഏത് കറിയാ നിങ്ങൾക്ക്? 6 കറികളിൽ ഏത്? ഈ കറികളിൽ ഏതാ ഏറ്റവും ഇഷ്ടമുള്ള കറികൾ എന്ന് വെച്ചാൽ എടുത്ത 6 എഴുതി. 12 അവിടെ ഉണ്ട്. അതിൽ 6 ഏതൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ 6 കുളത്തിലായി എടുത്തേക്കും കേട്ടോ. നോക്കിയതിനെ തെറ്റിക്കരുത് മക്കളെ.
ആ ബിയോണക്ക് ഇഷ്ടമില്ല എഴുതിയാ മതി. അമ്മക്ക് ഇഷ്ടമില്ല എഴുതണ്ട. ബിയോണക്ക് ഇഷ്ടമില്ല കറി എഴുതിക്കോ. ബിയോണ നോക്കി നോക്കി എഴുതിക്കോ. എഴുതിക്കോ കേട്ടോ. എല്ലാ മക്കൾക്കും ഇഷ്ടമില്ല കറികൾ കേട്ടോ. അമ്മക്ക് ഇഷ്ടമില്ല. ഏതെങ്കിലും 6 എടുത്ത് എഴുതിക്കോ. നോക്കി തെറ്റിക്കാതെ എഴുതണം. അത്രേ വേണ്ടു. നിങ്ങൾക്ക് ഇഷ്ടമില്ല 6 കറികൾ. നിവേദ്യ എഴുതിയോ മോളെ? നിവേദ്യ അമ്മയോട് ചോദിക്കുകയാണോ ഏത് കറിയല്ല എഴുതണ്ടേ അമ്മേ? അല്ലേ? അയാൻ വിജേഷൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അയാൻ വിജേഷ് എഴുതുന്നില്ല എന്ന് തോന്നുന്നല്ല അല്ലേ? വേഗം എടുത്ത് എഴുതണം. നമ്മളെല്ലാരും ടെക്സ്റ്റ് നോക്കാൻ പോകുമ്പോ എല്ലാരും എഴുതിയിട്ടുണ്ടോ നോക്കും. ഫിനിഷ് ആണോ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ. അമ്മാൻ എഴുതി കഴിഞ്ഞോ മനെ? ആൻഡ്രോസും ദേവാനന്ദി എഴുതിയോ? എഴുതുന്നുണ്ടോ രണ്ടുപേരും? എന്താ ബിയോണ? എനക്കാ? എനിക്ക് ഏതൊക്കെയാണെന്നാ? എനിക്ക് സാമ്പാർ ഇഷ്ടാണ്, കൂട്ടുകറി ഇഷ്ടാണ്, അവിയൽ ഇഷ്ടാണ്, രസം ഇഷ്ടാണ്, പച്ചടി ഇഷ്ടാണ്, കിച്ചടി ഇഷ്ടാണ്. ഓക്കെ 6 പോരെ? ഇനി ഒരു കറിയാ മിസ് പറയേണ്ടത്? എന്നാ കൂട്ടുകറി എഴുതിക്കോ. കൂട്ടുകറി എഴുതിയോ? അത് എഴുതിക്കോ. ഇഷ്ടല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞോ? 6 കറികൾ എഴുതിയോ എല്ലാവരും? ഓക്കെ. ഇവിടെ നീയക്കുട്ടി എഴുതി. നെക്സ്റ്റ് ഐഫുന എഴുതിയോ മോളെ? എഴുതിയില്ല. ഹാദി ഹൈദർ എഴുതി. നെക്സ്റ്റ് ദേവാങ്ക് എഴുതിയോ? അമൃത എഴുതി. അൻവിത എഴുതി. ഇവിടെ മുക്താസിം എഴുതി. നൈല ഷക്കീർ എഴുതി. ആദിത്തനൂബ് എഴുതി. ദീക്ഷിത് എഴുതി. ഷഹ്ബർ എഴുതി. ഓക്കേ. നല്ല മക്കളാ. അപ്പൊ എല്ലാരും എഴുതി. വേഗം വേഗം എഴുതുന്നുണ്ട് അല്ലേ? ജോവിനും ജോയിലും എഴുതിയോ? ഐഫോൺ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ്. അപ്പോ എല്ലാരും എഴുതിയോ? ആയിഷ എഴുതി കഴിഞ്ഞു. ആയിഷേ വേഗം എഴുതി. വേഗം എഴുതി. നല്ല നീറ്റിൽ എഴുതണേ. ഓക്കേ. അപ്പൊ അത് എഴുതി ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറഞ്ഞു പറഞ്ഞു പഠിക്കാന്നുണ്ട് അല്ലേ? എന്താ പറഞ്ഞു പറഞ്ഞു പഠിക്കേണ്ടത്? ഓണം പോലെയാണോ തിരുവാതിര? അല്ലേ? അതാണ് അതിലുള്ളത്. ഓണം പോലെയാണോ തിരുവാതിര? തിരുവാതിര അറിയോ നിങ്ങൾക്ക്?
ഓണവും തിരുവാതിരയും നിങ്ങൾക്കറിയോ? ഓണം നിങ്ങൾ പഠിച്ചു. തിരുവാതിര അറിയോ? ആർക്കറിയാം തിരുവാതിര പറഞ്ഞ എന്താണെന്ന്? തിരുവാതിര അറിയോ മക്കളെ? തിരുവാതിര കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ആർക്കും അറിയില്ല തിരുവാതിര? ഓക്കെ, അമൃതക്ക് അറിയാം. എന്താ അമൃത തിരുവാതിര? നിവേദ്യക്കറിയാം. അതല്ലേ, യാസീന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. കൈകൊട്ടി കളിച്ചു തിരുവാതിര. എത്ര പേരാ മിനിമം വേണ്ടത് തിരുവാതിരക്ക്? എത്ര പേര് വേണം തിരുവാതിരക്ക് കുറഞ്ഞത്? എത്ര പേരാണ് തിരുവാതിര കളിക്കാറെന്ന്? കുറഞ്ഞത് എത്ര പേര് വേണം? 5 ആണോ? 5 ആളുണ്ടായ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമല്ലോ. 6 കുഴപ്പമില്ല. 8എങ്കിലും വേണം അല്ലേ മക്കളെ? അപ്പോ 101 പേരുടെ തിരുവാതിരയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനിടയിലെല്ലാം ഉണ്ടായിരുന്നു അമ്പലങ്ങളിലെല്ലാം അല്ലേ? തിരുവാതിരയും പിന്നേതാ ഓണവും തിരുവാതിരയും വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളാണ് അല്ലേ? തിരുവാതിര എങ്ങനെയാ? നല്ല സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് മുല്ലപ്പൂക്കെ ചൂടി ഇങ്ങനെ കുറെ പേര് വട്ടത്തില് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ ആടിപ്പാടി കളിക്കുന്നതാണ് തിരുവാതിര അല്ലേ? കണ്ടിട്ടില്ല തിരുവാതിര ആരും? അമ്പലങ്ങളിലൊന്നും തിരുവാതിര കളിക്കുന്ന കണ്ടിട്ടില്ല ആരും? നിവേദ്യ കണ്ടിട്ടുണ്ട് അല്ലേ? അതാണ് തിരുവാതിര. പിന്നെന്താ? കളിച്ചിട്ടുണ്ട് തിരുവാതിര അല്ലേ? അപ്പോ നമ്മളിപ്പം പഠിച്ച ഓണം ചിങ്ങമാസത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ? ഓണം ആണോ? ഓണം ചിങ്ങമാസത്തിലാണോ ആഘോഷിക്കുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? എപ്പോഴാണ് ഓണം ആഘോഷിക്കുന്നത് നിയ? ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് നമ്മൾ ഓണം, തിരുവോണം നാളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എന്നാൽ തിരുവാതിര എപ്പോഴാണ് ആഘോഷിക്കുന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഐഫൂന കൈവക്കുന്നുണ്ട്. എന്താ ഐഫൂന പറയുന്നേ? പറഞ്ഞോ. അത് തിരുവോണം നാളിൽ നമ്മള് ഏത് ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ തിരുവാതിര എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ധനുമാസത്തിലാണ് അല്ലെ? ധനുമാസത്തിലാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത് അല്ലെ? തിരുവാതിര അന്നാണ് കളിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ മാസമൊന്നും നോക്കാറില്ല. തിരുവാതിര വേണമെങ്കിൽ ഇന്ന് വേണമെന്ന് വെച്ചാൽ ഇന്നും കളിക്കും അല്ലെ? ധനുമാസത്തിലാണ് അത് കളിക്കേണ്ടത് അല്ലെ? അപ്പോ രണ്ടിന്റെയും ആചാരങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതാണ് ഓണം പോലെയാണോ തിരുവാതിര എന്ന് ചോദിച്ചത് അല്ലെ? ഓണം പോലെയാണോ തിരുവാതിര? എന്താ ചോദിച്ചേ? വായിക്കേണ്ടത് താഴെയുള്ളത് ഓണം പോലെയാണോ തിരുവാതിര. അപ്പൊ തിരുവാതിര ധനുമാസത്തിലാണ് ആഘോഷിക്കുന്നത്. ഓണം നമ്മൾ ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത് അല്ലെ? പിന്നെന്താ പറയുന്നത്? കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം അല്ലെ? നമ്മള് എന്തെങ്കിലും നമ്മുടെ സാധനങ്ങൾ വിറ്റിട്ടായാലും നമ്മൾ എന്ത് ചെയ്യണം? ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണം. ഓണത്തിനിടക്കാണോ പുട്ടുകച്ചവടം? കുറെ പഴഞ്ചൊല്ലുകളാണ് പറയുന്നത് അല്ലെ? ഓണത്തിനിടക്കാണോ പുട്ടുകച്ചവടം? വായിക്കാൻ മനസ്സിലായോ? ആദ്യത്തത് ഓണം പോലെയാണോ തിരുവാതിര? വായിച്ചോ, എല്ലാ മക്കളും വായിച്ചോ ഉറക്കെ. ഓണം പോലെയാണോ തിരുവാതിര? കാണം വിറ്റും കാണം വിറ്റും ഓണം ഉണ്ണണം. ഉണ്ണണം. ഓണത്തിനിടക്കാണോ പുട്ടുകച്ചവടം? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. കഞ്ഞി ഓക്കെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും
ഓരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അത്രയാണ് അതിൽ പറയുന്നത് അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പോലെ ടെക്സ്റ്റ് വായിക്കണേ. അപ്പൊ അത് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളെ പാഠം അല്ലേ? കഴിഞ്ഞില്ലേ? ഇനി ഉണ്ടോ? ഇല്ല. അടുത്ത നമുക്ക് വേറെയാണ് പഠിക്കാനുള്ളത്. അപ്പോ തിരുവോണം എന്ന പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ തിരുവോണം എന്ന പാഠത്തിൽ നമ്മൾ ആദ്യം ഒരു നല്ല പാട്ട് പഠിച്ചു ഓണത്തിനെ പറ്റിയുള്ള. നെക്സ്റ്റ് മഹാബലിയെ പറ്റി പഠിച്ചു. മഹാബലിയെ ഓണം ആയിട്ടുള്ള ഐതിഹ്യം പഠിച്ചു നമ്മൾ അല്ലെ? അത് കഴിഞ്ഞ് ഓണസദ്യയെ പറ്റി പഠിച്ചു. ഓണത്തിന് ഓണപ്പൂക്കളി, ഓണം പാട്ട്, ഇതൊക്കെ നമ്മൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ പാഠഭാഗം ഒന്ന് വായിക്കണല്ലോ നമുക്ക്. ഇത്രയും സമയമുള്ളൂ, 4 മിനിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാതെ ഐഫോനെ നേരത്തെ വായിക്കണം എന്ന് പറഞ്ഞു. വായിക്ക. സാമ്പാർ, അവിൽ, അവിയൽ, സാമ്പാർ, അവിൽ, ഓലൻ, കൂട്ടുകറി, തൈര്, മോര്, പച്ചടി, കിച്ചടി, ഓലൻ, പുളിയിഞ്ചി. അല്ല, കിച്ചടി കഴിഞ്ഞിട്ട് എന്താണ്? കിച്ചടി, കാളൻ, പുളിയിഞ്ചി രസം, പുളിശ്ശേരി. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ദീക്ഷിത് ഒന്ന് വായിച്ചേ മോനെ. അടുത്ത പേജ് വായിച്ചോ. 53. ഓണസദ്യ. നോക്കി വായിച്ചോ. ഓണക്കോടി, ഓണപ്പൂടവ, പൂക്കളം, ഓണനാൾ. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ഏത്? അവിയൽ, കൂട്ടുകറി, തൈര്, കാളൻ, ഓലൻ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഓണം പോലെ യാണോ തിരുവാതിര. കാണം, വിറ്റും, ഓണം, ഉണ്ണണം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഓണത്തി നീണ്ട കച്ചവടം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ. ഓക്കെ, ഗുഡ്. കുമ്പിളിൽ തന്നെ. ഓക്കെ, ദീക്ഷിത് ശ്രമിച്ചിട്ടുണ്ട് നല്ലപോലെ കേട്ടോ. അങ്ങനെ വായിച്ചാൽ മതി. നോക്കിയിട്ട് ശ്രദ്ധിച്ചത്. ഓക്കെ. നെക്സ്റ്റ് ആരാ ഒന്ന് വായിക്കുന്നേ? 1 മിനിറ്റേ ഉള്ളൂ അല്ലെ? നമ്മുടെ സമയം കഴിയാറായി മക്കൾ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് അടുത്ത ദിവസം ഈ പാഠം മുഴുവൻ വായിക്കാനായിട്ട് തന്നെ ഒരു പീരീഡ് വെക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വായിക്കാനുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമുക്കത് വായിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴേക്ക് നിങ്ങൾ നല്ല പോലെ പാഠം വായിച്ച് നല്ല വൃത്തിയാക്കണം. ശ്രദ്ധിച്ച് വായിക്കണം. ബൈകാട്ട് ചെയ്യണ്ട. നോക്കി വായിക്കണം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതാനുള്ള ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ. അക്ഷരദീപം ഫിനിഷ് ആക്കി വേണം. Okay, bye. See you.